അമ്മ മടിയിൽ. മാദ്രെ, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഒക്ടോബർ 6. ലോകവ്യാപകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്ത മതസ്ഥർക്കിടയിൽ പരിശുദ്ധ അമ്മയുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ വളരെയേറെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി പലർക്കുമിടയിൽ അവർ ചിട്ടയോടുകൂടി മാതാവിൻ്റെ നൊവേന സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പല ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതായിട്ട് ഇന്ന് വ്യാപകമായിട്ട് നമുക്ക് അറിവുണ്ട്. 1970 ബാംഗ്ലൂരിലുള്ള നാഷണൽ കാറ്റഗറ്റിക്കൽ ആൻഡ് ലിറ്റർജിക്കൽ സെൻ്ററിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ 3 മതസ്ഥരാണ് പങ്കെടുത്തത്. ഒരു ഹിന്ദുവായ രാജമാണിക്യം, ഒരു പാഴ്സി, മുഹമ്മദ് എന്നീ 3 പേർ വന്ന് അവരുടെ മാനസാന്തര കഥ വിവരിച്ചു. 3 പേരുടെയും മാനസാന്തരത്തിന് കാരണമായത് പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയാണ്. എന്നാൽ പ്രത്യേകിച്ചും രാജമാണിക്യത്തിൻ്റെ മാനസാന്തരം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. അയാൾ ഒരു നാസ്തികനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ദിവ്യരക്ഷ സഭക്കാരുടെ സെമിനാരിയോട് അനുബന്ധിച്ചുള്ള ദേവാലയത്തിൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ യാദൃച്ഛികമായി അദ്ദേഹം സംബന്ധിക്കുവാനിടയായി. അയാൾ BA ബിരുദം സമ്പാദിച്ചതിന് ശേഷം ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. ജോലി കിട്ടുവാൻ വേണ്ടി 9 ദിവസം നൊവേനയിൽ സംബന്ധിക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. 2 ദിവസം നവനാളിൽ സംബന്ധിച്ചപ്പോൾ ജോലി കിട്ടി. മാതാവിൻ്റെ സഹായം ഒന്ന് മാത്രമാണ് ഇതിനിടയാക്കിയതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. പിന്നീട് കത്തോലിക്ക വിശ്വാസം സംബന്ധിച്ച് അദ്ദേഹം ധാരാളം അറിവ് നേടി. 1965 അയാൾ കത്തോലിക്ക സഭയിൽ അംഗമായി. തന്നിമിത്തം അയാൾക്ക് പിതൃസ്വത്തായി ലഭിക്കേണ്ടിയിരുന്ന വളരെയധികം സമ്പത്ത് നഷ്ടപ്പെട്ടു. എന്നാൽ അയാൾ പറഞ്ഞു, എനിക്ക് പരിപൂർണമായ സമാധാനവും സംതൃപ്തിയും ലഭിച്ചു. എനിക്ക് സ്വർഗീയ മാതാവായ പരിശുദ്ധ കന്യകാമറിയമുള്ളപ്പോൾ ലൗകിക സമ്പത്തെല്ലാം നിസ്സാരമാണെന്ന് 100 കണക്കിന് ആളുകളുടെ മുമ്പിൽ അയാൾ പ്രഘോഷിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവായ പരിശുദ്ധ കന്യകയും അങ്ങയുടെ വിസ്മയവാഹമായ എളിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിതരാകുന്നു. അങ്ങയുടെയും അങ്ങേ തിരുക്കുമാരൻ്റെയും എളിമ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.